മാഷെ, PFIയെ കേന്ദ്രം നിരോധിച്ചു. SDP നിരോധിക്കണമെന്നുള്ള ആവശ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു. പക്ഷെ SDP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ പെട്ടെന്ന് നിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മതേതരത്വമാണ് ഞങ്ങൾ വച്ചു പുലർത്തുന്നതെന്ന് പറയുമ്പോഴും വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് SDP എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. SDP നിരോധിക്കണമോ? SDP നിരോധിക്കണം എന്ന് നമ്മളോട് ചോദിച്ചാൽ നിരോധിക്കണം എന്നുള്ളൊരു ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. കാരണം അത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെയും ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടി രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് നിരോധിക്കപ്പെടും. അതുവരെ അതിന് നിരോധനമില്ലാതെ തുടരും. പക്ഷെ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ തെരുവുകളെല്ലാം തന്നെ ഈ വഖഫ് സംരക്ഷണം എന്ന് പറയുന്ന ഒരു റാലിയും പ്രതിഷേധവും ഒക്കെ ഉയർന്നു വരുമ്പോൾ അവിടെ അവർ വർഗീയമായി സംഘടിച്ചിട്ട് വർഗീയത വളർത്തുന്ന ഒരു സംവിധാനമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ആ വർഗീയത എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ വർഗീയതയാണ്. മുസ്ലിം സമൂഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അവരുടെ തലയ്ക്ക് ഈ വർഗീയത ഇവരാൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് ഹിന്ദു വിഭാഗം എന്ന് പറയുന്നത് RSSൽ എങ്ങനെയാണോ ഈ വർഗീയത അടിച്ചേൽപ്പിക്കുന്നത്, അതേപോലെ ഇവർ മുസ്ലിങ്ങളിൽ ഈ വർഗീയത അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ SDP-യും RSSും തമ്മിലുള്ള ഒരു സംഘടനമായിട്ട് ഇവർ തമ്മിലുള്ള വാക്പോരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും ഗുണകരമായ കാര്യമല്ല. പ്രത്യേകിച്ച് വഖഫ് സംരക്ഷണം എന്ന് പറയുന്നത് മുനമ്പത്തെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം മുനമ്പം ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് വഖഫ് വലിയ തോതിൽ അവകാശം ഉന്നയിക്കുമ്പോഴാണ് വഖഫിന് വേണ്ടിയുള്ള വാദങ്ങൾ പൊളിഞ്ഞു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുനമ്പത്ത് ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. നിരവധി വർഷങ്ങളായിട്ട് അത് റവന്യൂ ഭൂമിയായിരിക്കുകയും അത് നിരവധി ആളുകൾ വാങ്ങുകയും ആ വാങ്ങിയ ഭൂമിയിൽ അവർ വീട് വെച്ച് ജീവിക്കുകയും ചെയ്യുന്ന എത്രയോ വർഷങ്ങളായി അവരാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയ ഭൂമി പോലും വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവർ സമരം നടത്താനായിട്ട് തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ വഖഫ് എന്ന് പറയുന്ന ആശയം ജനവിരുദ്ധമാണ് എന്ന തോന്നലുണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. മുനമ്പ് ഭൂമി ഈ അല്ലാതെ വഖഫിൻ്റെ ഭൂമി എന്ന് അവർ പറയുകയും അവരുടെ കയ്യിൽ അവരുടെ ഉടമസ്ഥയിൽ ഇരിക്കുകയും ചെയ്യുന്നതായിട്ട് ഭൂമി സംരക്ഷണത്തിന് അവരിറങ്ങിയാൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡുകളൊക്കെ എങ്ങനെയാണ് സമ്പത്ത് കൈവലിച്ചിരിക്കുന്നത്, അതേപോലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതു ഉടമസ്ഥയിലുള്ള ഭൂഭാഗം എന്ന് പറയുന്ന വഖഫിൻ്റെ ഉടമസ്ഥതയിലായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷേ അവർ കേരളത്തിൽ ഇത് വല്ലാത്ത തരത്തിൽ ഈ മുസ്ലിം വാദത്തിനെതിരെ ഉയർന്നു വന്നത് ഈ മുനമ്പം ഭൂമി അവകാശവാദമാണ്. ആ അവകാശവാദം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടിയൊക്കെ സ്വീകാര്യത ഈ വഖഫ് സംരക്ഷണ സംവിധാനത്തിന് കിട്ടുമായിരുന്നു. ഇവരുടെ ഒരു രീതിയിലും ആരും ഇതിനെ അംഗീകരിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ SDP പറയുന്നത് RSS ആണ് അവരെ വളരാൻ അനുവദിക്കാത്തത്. RSSന്റെ പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് കമ്മ്യൂണിസം വേണ്ട, രാജ്യത്ത് SDP വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട, ഇന്ത്യ ഇസ്ലാം മത രാഷ്ട്രമാക്കണമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയവരാണ് SDP-ക്കാരെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ അനുവദിക്കാത്തത് കൊണ്ടാണ് RSSനെതിരെ അവർ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ രണ്ട് സംഘടനയും ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ കാര്യമല്ലേ? യഥാർത്ഥത്തിൽ RSS ഇല്ലെങ്കിൽ SDP എന്ന് പറയുന്ന പാർട്ടിക്ക് വളരാൻ പറ്റില്ല. കാരണം RSS അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതേ സമയത്ത് SDP-യും അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും ഇന്ത്യയെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവരുടെ ഈ ഇസ്ലാം രാഷ്ട്രവാദവും ഹിന്ദു രാഷ്ട്രവാദവും സാധാരണ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനാവശ്യമായി തോന്നുന്ന കാര്യമായിരിക്കും. കാരണം ഇസ്ലാം രാഷ്ട്രത്തിനകത്തോ ഹിന്ദു രാഷ്ട്രത്തിനകത്തോ ജീവിക്കാനായിട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് ആഗ്രഹമുണ്ടാവില്ല. അവർക്ക് അതല്ലാത്തതായ ഒരു സാമുദായിക വ്യവസ്ഥയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ ഭരണകൂടം അനുശാസിക്കുന്നത് പോലെ ഒരു സെക്കുലർ സ്റ്റേറ്റിൻ്റെ പാർട്ടായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹം. കാരണം സെക്കുലർ സ്റ്റേറ്റിൽ ലഭ്യമാകുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു കാരണവശാലും മതരാഷ്ട്രത്തിൽ ലഭ്യമല്ല.
അത് ഇസ്ലാം മതമായി കഴിഞ്ഞാലും ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാലും ഒക്കെ അതൊക്കെ അതേപോലെ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. കാരണം മതത്തിൻ്റെ നിയമങ്ങൾ, മതനിയമങ്ങൾ അതായിരിക്കും അവിടെ പ്രധാനപ്പെട്ട നിയമങ്ങളായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രശ്നം പലപ്പോഴും ഈ ഹിന്ദു രാഷ്ട്രവാദവുമായിട്ട് ഉയർന്നു വരുമ്പോൾ പറയുന്നത് ഇത് വർണ്ണവ്യവസ്ഥയും ഭരണഘടനാ വ്യവസ്ഥയും തമ്മിലുള്ള സംഘർഷമാണ് നിർമ്മിക്കുന്നതെന്നാണ്. വർണ്ണവ്യവസ്ഥയിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളാണ് പ്രധാനപ്പെട്ടത്. വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് വളരെ പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്നതും ഇന്ത്യക്ക് അസ്വീകാര്യമായിട്ട് തള്ളിയതുമായ ഒരു വ്യവസ്ഥയാണ്. ബ്രാഹ്മണർ അവരാണ് പുരോഹിതന്മാർ, അവരാണ് ഏറ്റവും മികച്ചത്. മനുസ്മൃതി പോലും പറയുന്നത് ബ്രാഹ്മണരുടെ ഇതാണ് എല്ലാം. അത് അവർ സ്വയം ഉപയോഗിക്കുന്നു. അവരുടെ ഈ സ്വത്ത്, ധനം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉപയോഗിക്കുകയും മറ്റുള്ളവർ അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണർക്ക് വിധേയരാണ് എല്ലാവരും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് മനുസ്മൃതിയുടെ 1-ാം അധ്യായത്തിലെ 101-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വിധേയമായിട്ട് ബാക്കിയുള്ളവർ ജീവിക്കണം. ഇപ്പോൾ എന്താണ്, ബ്രാഹ്മണർ കഴിഞ്ഞാൽ ക്ഷത്രിയർ അവർ പോരാളികൾ മാത്രമാണ്, വൈശ്യർ കച്ചവടക്കാർ മാത്രമാണ്, ശൂദ്രർ അവർ കലം കഴുകുന്നവരുമാണ്. അപ്പോൾ അടിമകൾ. ഇങ്ങനത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനെ 4 വിഭജിച്ച് അവൻ്റെ വർണ്ണം, ആ വർണ്ണമനുസരിച്ച് അവന് ഉത്തരവാദിത്വങ്ങളും കടമകളൊക്കെ നിർവഹിക്കാനായിട്ട് നിശ്ചയിക്കപ്പെടുന്ന, അത് അംഗീകരിക്കുന്നതല്ല ആധുനിക ലോകം. ആധുനിക ലോകത്തിൽ മനുഷ്യരെല്ലാവരും ഒരേപോലെയാണ്, മനുഷ്യ തുല്യരാണ്. ആ മനുഷ്യർ നിയമത്തിൻ്റെ മുന്നിലാണ് തുല്യരാകും. അവിടെ ജാതി ഒരിക്കലും അവരുടെ അവസ്ഥകളെ മുന്നോട്ടെടുക്കാനോ പിന്നോട്ടെടുക്കാനോ പ്രാപ്തമാക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന നിലക്ക് മാത്രമാണ് അവരെ പരിഗണിക്കപ്പെടുന്നത്. അതാണ് ശരിക്കും ഭരണഘടനാ വ്യവസ്ഥക്കകത്ത് മനുഷ്യൻ്റെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അതുതന്നെയാണ്. അതിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്കൊരിക്കൽ പോലും, അങ്ങനെ ജീവിച്ച മനുഷ്യർക്കൊരിക്കൽ പോലും ഈ മതരാഷ്ട്രത്തിൽ സ്വസ്ഥതയോട് ജീവിക്കാനായിട്ട് സാധ്യമല്ല. നമുക്കറിയാം താലിബാൻ എന്ത് ഭീകരമായിട്ടുള്ള രീതിയിലാണ് അവരുടെ മതനിയമങ്ങൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മതനിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് പെൺകുട്ടികൾ പഠിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്യലും പിന്നെ പെറലുമാണ്. എന്നുവെച്ചാൽ അവർ ഗർഭിണികളായ കുട്ടികൾക്ക് ജന്മം നൽകുക, അതിനപ്പുറത്തൊരു പ്രക്രിയക്കും അവർക്ക് അവകാശമില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അത്തരത്തിൽ നിഷ്ഠൂരമായിട്ടുള്ള മതനിയമങ്ങൾ ഒരു മതരാഷ്ട്രത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പുരോഗമനവാദികൾ, സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്ന ആൾക്കാർ, ലിബറലിസ്റ്റുകൾ അവരൊന്നും ഒരു മതരാഷ്ട്രത്തിലും അംഗങ്ങളാവാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ്. പക്ഷേ നമുക്കറിയാം SDPI എന്താണ്, മുസ്ലിം മതരാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വർഗീയവാദത്തിലാണെങ്കിൽ RSS ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി തന്നെ അവരുടെ പഴയകാലത്തെ പ്രഖ്യാപനങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകൾ വേണ്ട, മുസ്ലിങ്ങൾ വേണ്ട, ക്രിസ്ത്യാനികൾ വേണ്ട, ഹിന്ദുക്കൾ മാത്രം മതി എന്നുള്ളത്. പക്ഷേ ഇന്ന് RSS അതങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നടക്കാത്ത കാര്യമാണ് എന്ന് അവർക്കറിയാവുന്നത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അവരതിന് ഊന്നൽ നൽകുന്നില്ല. പക്ഷേ ഇവിടെ ഈ SDPI എന്ത് ചെയ്യുന്നു? SDPIക്ക് ഒരു സാധ്യതയും ഇന്ത്യയിൽ ഭരണത്തിലെത്താനായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റും എന്ന് ഹിന്ദുക്കളുടെയും അതേപോലെ തന്നെ മതേതരവാദികളായ മനുഷ്യരുടെ മുന്നിൽ നിന്ന് ആർത്തട്ടസിക്കുകയാണ് ചെയ്യുന്നത്. അത്ര ശക്തവും തീക്ഷ്ണവുമായിട്ടുള്ള വർഗീയതയാണ് അവർ പ്രസരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ തെരുവുകൾ കൈയടക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളും മുദ്രാവാക്യങ്ങളും ആർത്തട്ടഹാസങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണ മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഈ വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞ് അവർ വഴിയിലിറങ്ങുന്ന സമയത്ത് തന്നെ മതിലുകളിൽ അവർ എന്താണ് അച്ചടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററിൽ അവർ പറയുന്നത് മുനമ്പത്തെ 400-ലധികം വരുന്നതായിട്ടുള്ള ഏക്കർ ഭൂമിയും വഖഫ് ഭൂമി തന്നെയെന്നാണ്. ഇവരാരാണ് അതൊക്കെ നിശ്ചയിക്കാൻ? കോടതിയുടെ മുന്നിലിരിക്കുന്നതായിട്ടുള്ള ഒരു കേസ്, ആ കേസിൽ തീരുമാനമെടുക്കാനായിട്ട് കോടതിക്ക് എല്ലാവരും രേഖകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇത് വഖഫ് ഭൂമിയാണെന്ന്. അത്തരത്തിൽ തീവ്രമായിട്ടുള്ള നിലപാടെടുത്ത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അത് മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയും പ്രക്രിയയായിട്ട് മാറിത്തീരുന്നത്.